സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ ക്യാമ്പിൽ അപ്രതീക്ഷിത അതിഥിയായി അർജന്റീനിയൻ ഫുട്ബോൾ താരമെത്തിയത് കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. തടത്തിൽപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പിലാണ് ബ്യൂണസ് ഐറിസിലെ പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബായ പ്ലാറ്റൻസയുടെ കളിക്കാരനായ മത്യാസ് ഡി ബെനഡറ്റോ എത്തിയത്. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന പേരിൽ തടത്തിൽപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പിലെത്തിയ അർജന്റീനിയൻ സ്വദേശിയായ ഫുട്ബോൾ കളിക്കാരനാണ് കുട്ടികൾക്ക് കൗതുകമായത്. ബ്യൂണസ് ഐറിസിലെ പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബായ പ്ലാറ്റൻസയുടെ കളിക്കാരനായ മത്യാസ് ഡി ബെനഡറ്റോ ആണ് അവിചാരിതമായി ക്യാമ്പിലെത്തിയതും കുട്ടികൾക്ക് ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുത്തതും. കുട്ടികളുടെ കളി കണ്ടും അവർക്കൊപ്പം കളിച്ചും കനത്ത ചൂട് വഹിക്കാതെ ഉച്ചവരെ അവരുടെ പരിശീലകനുമായി. മെസ്സിയെപ്പറ്റിയും ക്ലബ്ബുകളെപ്പറ്റിയുമൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞ കൊച്ചു കളിക്കാർ മത്യാസിനും കൗതുകമായി. ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയുമെല്ലാം ആരാധകർ കളി പഠിക്കുന്നത് ഒറ്റക്കെട്ടായി. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടീം പരിശീലകനും സ്കൂളിലെ കായികാധ്യാപകനുമായിരുന്ന ഫസൽ എളമരത്തിൻ്റെ സുഹൃത്താണ് മത്യാസ്. ഗോൾ കീപ്പറായ മത്യാസിൻ്റെ നിരവധി സ്കില്ലുകൾ കുട്ടികളിൽ കൗതുകമുണർത്തി. അർജന്റീനിയൻ കളിക്കാരനൊപ്പം കളിക്കാനായതിൻ്റെ ആവേശത്തിൽ കുട്ടികൾ ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പുവാങ്ങാനും മറന്നില്ല. മാവൂരിലെ ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയതായിരുന്നു മത്യാസ്. ഏപ്രിൽ 7 ആരംഭിച്ച ക്യാമ്പ് 12 തീയതി വരെ തുടരും. സ്കൂളിലെ കായികാധ്യാപകനായ സതേഷ്, ഫസൽ എളമരം, PTA പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ്, അധ്യാപകരായ നൌഷാദ്, ഷഫീഖ്, ഷിബിൽ രേഖ, റാഷിദ എന്നിവർ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തടത്തിൽപ്പറമ്പിൽ ഏപ്രിൽ 7 തീയതി മുതൽ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. PTA പ്രസിഡന്റ് ശ്രീ കുഞ്ഞു മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ അപകടകരമായ ഒരു കാലഘട്ടത്തിൽ ഫുട്ബോൾ തന്നെയാണ് നമ്മളുടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. മത്യാസ് ഡി ബെനഡറ്റയാണ് ഇന്ന് ക്യാമ്പിൽ പങ്കെടുത്തത്. അദ്ദേഹം ഫസലുള്ള സാറിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം മറ്റൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് വന്നപ്പോൾ നമ്മളുടെ ക്യാമ്പ് സന്ദർശിക്കുകയും കുട്ടികളൊത്ത് കളിക്കുകയും കുട്ടികളുടെ കളി കാണുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. വളരെ ആവേശകരമായിരുന്നു. ക്യാമ്പിനെത്തി. ന്യൂസ് ബ്യൂറോ, മാവൂർ.